അപ്പോൾ അവിടെയായിട്ടൊരു റെയിൽവേ ക്രോസ് ഉണ്ട്. അവിടെ ഒരു ബോർഡും ഉണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് ഇത് തന്നെയാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ഇന്ത്യ ടൂറിസം 2.5 കിലോമീറ്റർ. പിന്നെ നമ്മൾ ചുരണ്ടി നോക്കണം വായിക്കണമെങ്കിൽ. എന്നാലും നമ്മൾ ഊഹം വെച്ച് നോക്കുമ്പോൾ ഫോർട്ട് കൊച്ചി 8 കിലോമീറ്റർ, മട്ടാഞ്ചേരി 8 കിലോമീറ്റർ. ടൂറിസം, ഇന്ത്യ ടൂറിസം എന്നുള്ള അവരുടെ ഒരു ടൂറിസം പ്ലേസിലേക്കുള്ള ബോർഡാണ് ഈ കാണുന്നത്. നിങ്ങൾ ചിന്തിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് എന്താണ് ഇങ്ങനെ ഈ ടൂറിസം ഇന്ന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്, എന്നിട്ടും അവർ ബോർഡുകളൊന്നും വൃത്തിയായിട്ട് വയ്ക്കുന്നില്ല. പക്ഷേ സായിപ്പന്മാരൊന്നും ബോർഡ് വായിച്ചല്ല വരുന്നത്. എന്നാലും ഇതൊക്കെ ഒരു 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 ഉത്തരവാദിത്തമില്ലായ്മയാണ്. ശരിക്കും ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇതിലൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും 8 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയായി. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് വാട്ടർ മെട്രോ ഉണ്ട്. പേലൂരിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് വാട്ടർ മെട്രോയിൽ വരാം വില്ലിംഗ്ടൺ ഐലൻഡ് വരെ. അപ്പോൾ അവിടെ ഒരു ബോർഡ് കഷ്ടിച്ച് കാണാം, ചെറിയ ബോർഡ് അതുണ്ട് എങ്ങോട്ടാണെന്ന്. അപ്പോൾ നമുക്ക് പോകേണ്ടത് അടുത്തോട്ടാണ്, കുമ്പളങ്ങി, അരൂർ, വില്ലിംഗ്ടൺ റൈറ്റിലേക്കാണ്, പള്ളുരുത്തി ആ ഭാഗത്ത് കൂടി റോറോ ജെട്ടി. അപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റോറോ ജെട്ടി വഴി ഫോർട്ട് കൊച്ചിയിലേക്കല്ലോ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, കയറുമെന്നറിയില്ല, നോക്കാം, പോയി നോക്കാം. ഇപ്പോൾ സമയം 12:51. ഞങ്ങൾ താജ് മലബാർ റിസോർട്ട് സ്പാ കൊച്ചിൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പണ്ട് ഞങ്ങൾ ലാംഷേഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു മേഡം വിളിച്ചിരുന്നു, ഒരു പേര് മറന്നുപോയി, നടത്തില്ല, അനിതാ മേഡം, സുനിതാ മേഡം, അങ്ങനെ അതൊരു മേഡമായിരുന്നു. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ വന്ന് ലാംഷേഡ് എടുത്ത് റീകണ്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവരൊക്കെ അപ്പോൾ നമ്മളവിടെ നിന്ന് രാജമലബാറിൻ്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്കൊരു വളവുണ്ട്. ലെഫ്റ്റ് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷിപ്പ് എന്നറിയില്ല, MV ലക്ഷദ്വീപിലേക്കുള്ള ഷിപ്പാണെന്നാണ്. MV കോറൽസ്, ലക്ഷദ്വീപിലേക്കുള്ളതാണത്. ഇവിടെ ഞങ്ങളുടെ പോകണമെന്നറിയില്ല, നേരെ പോയാൽ മതി എന്നാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. ആ കാണുന്ന കൊണ്ടാണ് അപ്പുറത്ത് ഇവിടെ ധാരാളം, ഇവിടെ കുറച്ച് ബോട്ടുകളുണ്ട്. പട്രോളിങ് ബോട്ടാണെന്നാണ് ഇതൊക്കെ. പട്രോളിങ് അല്ല, മറ്റേ ഷിപ്പ് വലിച്ചു കൊണ്ടിരുന്ന ബോട്ടിലാണെന്ന് കണ്ടിട്ട്. നല്ല ഹെവിയാണ്. അല്ല, അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. പോകാൻ പറ്റുമെന്നറിയില്ല, ആരെയും വിളിക്കണേ ഒന്ന് തിരിച്ചു വരാം. ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ, ചെറിയ നടപ്പാത. താഴേക്ക് പോയാൽ പോയി. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, ഞങ്ങൾക്കാണെങ്കിൽ നീന്തലും അറിയില്ല. കാരണം അവിടെ കുറേ ഫിഷിംഗ് ബോട്ടുകൾ കിടപ്പുണ്ട്.
തീരാതൊന്നും ഒരു പിടിയില്ല അറിയാൻ. ഇവ ലക്ഷദ്വീപിലേക്കുള്ള ഷിപ്പാണ് കറക്റ്റ്. ചെറിയ ഷിപ്പ്. വില്ലിംഗ്ടൺ ഐലൻഡ് വാട്ടർ മെട്രോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ കയറ് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓപ്പണല്ലേ, ഞായറാഴ്ചയാണെന്ന് ഞാനും. അപ്പോൾ ഞങ്ങൾ വില്ലിംഗ്ടൺ ഐലൻഡാണിത്. നമ്മുടെ ഏലൂരിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ അവിടം വരെ എത്താം. സുഖമായിട്ട് വാട്ടർ മെട്രോയിൽ നല്ല AC യിലിരിക്കാം. ഇവിടെ ഒച്ചപ്പാട് കണ്ടിട്ട് തമിഴ്നാട് ബസ്സുകൾ ഇഷ്ടംപോലെ വന്ന് കിടപ്പുണ്ട്. അതിൽ ഭക്ഷണം കഴിക്കുകയാണ്. വെയിലായോണ്ടേ കാണുന്നില്ല, അതാണ് ഒരു പ്രോബ്ലം. ആ പിള്ളേരൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഈ വിഷ്വൽസ് അവിടെ ക്ലിയർ ഉണ്ട്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കട്ടെ. ഫോട്ടോ വെച്ചിലെത്തിയിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റോ വെള്ളമൊക്കെ കുടിക്കുള്ളൂ. ഇന്നിപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് ആയതുകൊണ്ട് ബിസ്ക്കറ്റും കപ്പലണ്ടിയും വെള്ളവും അത് മാത്രമേ ഉള്ളൂ. മതി, അതിനുള്ളേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അവിടെയും കഴിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ചെറിയ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ അവർ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. കാണുമെന്നറിയില്ല. ഇവിടേക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. കാരണം ഒരു തമിഴ് സാമ്പാറും രസമൊക്കെ അവർ മാത്രം. തമിഴ്നാട്ടിലൊക്കെ പോയൊരു ഫീലാണ്. തമിഴ്നാട് അതിൻ്റെ ഒരു മണമാണ് ശരിക്കും. അവിടുത്തെ ഹോട്ടലുകളുടെയൊക്കെ ഒരു മണം. വേറെ ഫുഡ് അങ്ങനെയാണ്. ഷാപ്പാടാണ്. ഓക്കെ, ഒരു കഴിക്കും. കാസിനോ ഹോട്ടൽ. ഇവിടെയും ഞങ്ങൾ ലാംഗ് സ്റ്റേ കൊടുത്തിട്ടുള്ളതാണ്. ഈ ഹോട്ടലിൽ ഒരുപാട് അന്നൊരു സൂസമ്മന്നോ അങ്ങനെന്തോ പേരുള്ളൊരു മാഡമായിരുന്നു. ഹൗസ് കീപ്പിങ്ങിൽ സൂസമ്മ മാഡം. പക്ഷേ ഇതിൻ്റെ GM ജനറൽ മാനേജർ അത്ര ശരിയായിരുന്നില്ല. പുള്ളി 250 രൂപയ്ക്ക് വേണ്ടി ഞങ്ങളോട് കെഞ്ചി. അതോടെ മനസ്സിലായി കാസിനോ അല്ല, കാസിനോ ഹോട്ടലാണെന്ന്. അതിനുശേഷം ഞങ്ങളിതിനെ കാസിനോ ഹോട്ടൽ എന്നാണ് വിളിക്കാറ്. ആണ് കാസിനോ ഹോട്ടൽ. GM ഒരു HIP. നല്ലൊരു വിജയൻ സാറുണ്ടായിരുന്നു, ഒരു എൻജിനീയറിങ്ങിലൊരു വിജയൻ സാർ. പുള്ളി കുഴപ്പമുണ്ടായില്ല. പുള്ളി കറക്റ്റായിട്ട് വിളിച്ച് പറയും ക്യാഷൊക്കെ. പക്ഷെ പിന്നെ പുള്ളി പോയതോടുകൂടി ഞങ്ങൾ പിന്നെ നിർത്തി, ഇവിടെ വരാതായി. ഓക്കെ, അപ്പം ഇനി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രാമതിയാണ്. അവിടെ റോറോ സർവീസ് ഉണ്ട്, അതിൽ പോകാനേ പറ്റുള്ളൂ ഇനി മിക്കവാറും. അല്ലെങ്കിൽ പിന്നെ ഇറങ്ങണം. അതിന് റോറോ സർവീസ് വഴി പോവാം. പറ്റുമോ നോക്കാം. അപ്പോൾ കാസിനോ ഹോട്ടൽ കഴിഞ്ഞോടി ഞങ്ങളിവിടെ ഒരു പള്ളി, സ്റ്റെല്ല മേരീസ് ചർച്ച്, കൊച്ചിൻ വില്ലിംഗ്ടൺ ഐലൻഡ്. പിന്നെ ഇവിടെയൊക്കെ പഴയ വീടുകൾ കണ്ടത്, പഴയ കാലത്തെ ഒരു തറവാട്. അങ്ങനെ 1-2 തറവാടുകൾ ഉണ്ടെന്നാണ് ഇത് കണ്ട. പ്രത്യേക ടൈപ്പ് തറവാട്. പ്രത്യേക നിർമ്മിതിയാണ്. എൻ്റെ വാതിലും ജനലും എല്ലാം. ഫ്രണ്ടിലേക്ക് ഇച്ചിരി നീങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ഒരു പഴയകാല ബിൽഡിങ്. ബ്രിട്ടീഷുകാരല്ല മറ്റേ ഇതാണല്ലോ മറ്റേ ജൂതന്മാരുടെയൊക്കെ ജ്യൂസ് അങ്ങനെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് പോകുന്നു. ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട് ഈ വഴി. അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല.
ഓ ഇത് ഏത് കാലത്ത് വേണമെന്ന് വാട്ടർ ടാങ്കാണ്, പക്ഷേ ഒരു ഇരുമ്പ് വെച്ച് പോണതാണ്. ഭാഗത്തേക്കൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ്, നല്ല അത്ര പുതിയതല്ല. ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുക. അതിൽ ഓരോ ജെട്ടി അങ്ങോട്ട് പോകണമെന്നാണ്. അതിൽ അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഫാക്ടറിൻ്റെ വളനിർമ്മാണത്തിന് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. വിവാദത്തിനാണ് റോറോ സർവീസ്. എന്നാണ് സൈൻബോർഡ് കാണിച്ചേക്കണം. പോയി നോക്കുമ്പോൾ അവിടെ ഒരു കായൽ കാണുന്നുണ്ട്. പോയി നോക്കുമ്പോൾ പറയാം എങ്ങോട്ടാണ്. ഷിപ്പ് കണ്ടു തുടങ്ങി. മൂവിയാണെന്നറിയില്ല. ആവാത്തരി ഇവിടെ ഷിപ്പ് ആ ഓ അങ്ങനെ പിടിക്കട്ടെ. കണ്ടോന്നറിയില്ല ഇത്തിരി